ബ്രഹ്മീകൃതം വേഗം എടുക്കും. സമൃദ്ധ, സമൃദ്ധ, സമൃദ്ധ. എഴുന്നേൽപ്പിക്കും. ഇത് കുടിക്കൂ. നിങ്ങൾ പോയി കിടന്നോളൂ. മോള് കിടന്നോളൂ. പേടിച്ചു പോയോ? പേടിക്കണ്ട, അരുതാത്തൊന്നും ഈ ആശ്രമത്തിൽ നടക്കില്ല. മോള് കിടന്നോളൂ. മോൾ ഉറങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഒന്നും ഭയപ്പെടാനില്ല. ശാന്തമായി ഉറങ്ങിക്കോളൂ. ഉറങ്ങിക്കോളൂ. അയ്യോ ഗുരുജി, എന്തു പറ്റി? സ്വാമിജി, അയ്യോ സ്വാമിജി, എന്താ എന്താ പറ്റിയേ? കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ആ മാഡം, അയ്യോ മാഡം, മാഡം, അയ്യോ മാഡം, ദാ മാഡം, 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 മാഡം എഴുന്നേക്ക് വാ. എന്താ എന്താ പറ്റിയത്? എങ്ങനെ ഇവിടെ വന്നത്? പുകപടലം മൊത്തത്തിൽ എന്നെ വന്ന് മൂടിക്കളഞ്ഞു. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. ഒടുവിൽ ശ്വാസം കിട്ടാതെയാ ഞാൻ ബോധം കെട്ട് താഴേക്ക് വീണത്. നമുക്ക് മുറിയിലേക്ക് പോകാം. വേണ്ട, അല്പനേരം കൂടി ഞാൻ ഇവിടെ ഇരിക്കട്ടെ. എന്തു പറ്റി? കാഴ്ചകളൊക്കെ മറഞ്ഞതുപോലെ തോന്നുന്നല്ലോ. എനിക്കെന്താ പറ്റിയെന്ന് അറിയില്ല സ്വാമിജി. ഒരു കാലം കോഴി കൂവിയതും പുക വന്ന് മൂടിയതും മാത്രമേ ഓർമ്മയുള്ളൂ. ദൈവവിചാരം മനസ്സിൽ നിന്ന് അല്പം വ്യതിചലിച്ചു അല്ലേ? പുറത്തു മാത്രമല്ല, അകവും പുക വന്ന് മൂടിയിട്ടുണ്ട്.
അത് മാറ്റാൻ പ്രാർത്ഥന വേണം, ഈശ്വരാനുഗ്രഹവും വേണം. ഇനിയെങ്കിലും ഭഗവാൻ ഇഷ്ടമുള്ള വഴിയെ സഞ്ചരിക്കൂ. മനസ്സിൽ ഇരുട്ട് മാറ്റുക, എല്ലാം ശരിയാവും. മുറിയിൽ കൊണ്ടുണ്ടോ? കുഴപ്പമില്ല. എന്താ നോക്കുന്നേ? എന്തു പറ്റി? ഇത് ആ മൂർത്തിയല്ലേ? ഓ, മൂർത്തി ഉണ്ടെങ്കിൽ ചിലപ്പോ അവന്തികയും കാണും. അല്ല, ഇവനെന്താ ഇവിടെ? ഇത് ഇവന് പറ്റിയ സ്ഥലം അല്ലല്ലോ. ഇതെന്തായാലും അത്ര നല്ല സൂചനയല്ല. എന്തോ ഗൂഢാലോചനയായിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ആരുടെയും ഒരു ഗൂഢാലോചനയും നടക്കില്ല. ഇത് ഗുരുജിയുടെ ഇടവാ. ഈ മണ്ണിൽ ചവിട്ടുന്ന ഓരോ പാദവും ആരുടേതാണെന്ന് ഗുരുജിക്ക് അറിയാം. അതുകൊണ്ട് സച്ചി അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേ വേണ്ട. വാ, നമുക്ക് ഗുരുജിയെ കാണാം. ആരാ അവര്? ഇവർ രണ്ടുപേരും നമ്മുടെ ശത്രുക്കളിൽ പ്രധാനപ്പെട്ടവരാണ്. അർച്ചനയ്ക്ക് ബോധം കിട്ടിയാൽ ആദ്യം നമുക്ക് തീർക്കേണ്ടത് ഇവനെയാണ്. അതാണോ കാര്യം? ഒരു കൊതുകിനെ അടിച്ചു കൊല്ലുന്ന പോലെ ഈസിയല്ലേ ഇവനെ പോലെ ഒരുത്തിനെ കൊല്ലാൻ? എത്ര അടിച്ചാലും താഴാത്ത പത്തിയുള്ള ജന്മമാണവൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. എന്താ മൂർത്തി ഇത്?